Good morning, all. Hello. കേൾക്കാം സർ കേൾക്കാം. Good morning, all. Welcome to our global CEO. എല്ലാവരും വളരെ ജാഗരൂകരായി നമ്മുടെ ഇന്നത്തെ ഗ്ലോബൽ സിഇഒയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ സിഇഒയില് നമുക്ക് ഈ ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ പവർഫുൾ ലീഡറായിട്ടുള്ള സ്റ്റാർ ഡയറക്ടറായിട്ടുള്ള ഭീമ സാബു മാഡം നമ്മുടെ കൂടെ ഉണ്ട്. മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഡം ഒരു ഹോം മേക്കർ ആയിരുന്നു. ഹോം മേക്കറായ മാഡം എങ്ങനെയാണ് ഒരു സ്റ്റാർ ഡയറക്ടർ എന്ന ലെവലിൽ എത്തിയതെന്നും എങ്ങനെയാണ് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്തതെന്നും നമുക്ക് കൃത്യമായിട്ട് മാഡം നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മാഡത്തിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്സിസ് ഭീമ സാബു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഗുഡ് മോർണിംഗ് എല്ലാവരെയും ഞാൻ ഈ പ്ലാൻ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആദ്യമായിട്ട് ഈ ഒരു പ്രസന്റേഷൻ കേൾക്കാൻ വന്നവരെ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാരണം അത്രയ്ക്കും ഒരു വലിയൊരു അവസരത്തിലേക്കാണ് നിങ്ങൾ ഏവരും കടന്നു വന്നിരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും ലൈഫിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അതിന് ദൈവം തന്നൊരു അവസരമാണ്. ഞാൻ സാർ എന്നെ വളരെ വ്യക്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നാലും ഞാൻ എന്നെ സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഭീമ എന്നാണ്. കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിലേക്ക് വന്നിട്ട് 3.5 വർഷത്തോളമായി. നിങ്ങളെ പോലെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം മോഹിച്ചിട്ടാണ് ഞാനും ഇതിലേക്ക് വന്നത്. നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. കാരണം നല്ല രീതിയിൽ പഠിക്കുക, നല്ല ജോലി സമ്പാദിക്കുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും സ്വപ്നം. ജെൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കരസ്ഥമാക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം കുറെ നാൾ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഒന്നി പ്രവാസ ലോകത്തേക്ക് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കിട്ടുന്ന ജോലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പഠിച്ചു കഴിഞ്ഞ് വിവാഹ പ്രായം എത്തുമ്പോൾ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബ വിവാഹം ചെയ്തു വിടുന്നുണ്ടായിരിക്കും. അതിനുശേഷം പലപ്പോഴും നമ്മൾ എല്ലാവരും എന്താ പറയാ, നമ്മളെ കുട്ടികളെ നോക്കാൻ അല്ലെങ്കിൽ കുടുംബം നോക്കാൻ വീട്ടമ്മമാരെ ഒതുങ്ങി കഴിയേണ്ട ഒരു അവസ്ഥയാണ്. ഇന്നത്തെ കാലത്ത് ഒരാളുടെ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുക അസാധ്യമാണ്. കാരണം ജീവിത ചിലവുകൾ ഏറെയാണ്, നമ്മുടെ വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല. അപ്പോ എവിടെ നിന്നെങ്കിലും ഒരു 10 രൂപ, ജെന്യൂനായിട്ടുള്ള ഒരു 10 രൂപ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്റെ ഫാമിലിക്ക് അതിന് സപ്പോർട്ട് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അപ്പോ എനിക്കിതിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി 100% നമുക്ക് ഒരാളെ പറ്റിക്കാതെ നമുക്ക് ലൈഫിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാമെന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് ദൈവം എന്നെ എത്തിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വളരെ പാഷനായിട്ട് ഈ ഒരു അവസരത്തെ ഞാൻ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇന്ന് ലൈഫിൽ എനിക്ക് വലിയൊരു എന്താ പറയാ, വലിയൊരു മാറ്റം തന്നെ എന്റെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരുപാട് ഫാമിലിക്ക് എന്നിലൂടെ, നമ്മുടെ ഓർഗനൈസേഷനിലൂടെ എനിക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം: നമ്മളെല്ലാവരും ഒരു വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇവിടെ വരുമാനം മാത്രമല്ല, നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയും അതിലുപരി ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന ഒരു വലിയൊരു അവസരത്തിലേക്കാണ് നിങ്ങൾ ഏവരും കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലും ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് അവരെ ഒന്ന് റിമൈൻഡർ കൊടുക്കുക. പുതിയ പ്രോസ്പെക്ട് ഉണ്ടെങ്കിൽ അവരെയും കൂടി ഇൻവൈറ്റ് ചെയ്യാനായിട്ട് എല്ലാവരോടും ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി ഈ ഒരു പ്രസന്റേഷൻ തീരുന്നത് വരെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. കാരണം ഈ ഒരു പ്ലാൻ പ്രസന്റേഷന് ശേഷം ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പവർഫുൾ ലീഡർ വിമൽ സാർ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതും കൂടി കേട്ടതിന് ശേഷം മാത്രം എല്ലാവരും ലീവ് ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു സ്ലൈഡിന്റെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിലായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റമായ വിന്നിംഗ് ടീം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ ഇതിൽ വിജയിച്ച ഒരു കൂട്ടം ജേതാക്കളുടെ ഒരു കൂട്ടായ്മയാണ് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്ത ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് വിന്നിംഗ് ടീം. നമുക്ക് നമ്മുടെ സക്സസിലോട്ട് എത്തിക്കാൻ നമുക്ക് വേണ്ടുന്ന ഗൈഡൻസും മെന്ററിങ്ങും ഫ്രീ ട്രെയിനിങ്ങും ഒക്കെ തന്ന് നമ്മളുടെ ലക്ഷ്യം എന്താണ് അവിടെ എത്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന
വലിയൊരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീം നമ്മളെ പരിചയപ്പെടുത്തുന്ന പ്രൊജക്റ്റ് ആണ് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണല്ലേ. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയും ഇനി നാളെയും മരണം വരെയും നമ്മൾ കൺസ്യൂമറായി തുടരേണ്ടവരാണ്. കൺസ്യൂമറിന് എവിടെ നിന്നും യാതൊരുവിധ ബെനിഫിറ്റും ലഭിക്കുന്നില്ല. ഇവിടെ കൺസ്യൂമറിനെ ഒരു സ്മാർട്ട് കൺസ്യൂമർ ആക്കി മാറ്റുന്ന പ്രൊജക്റ്റിലേക്കാണ് വിന്നിംഗ് ടീം നമ്മളെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണല്ലേ. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് പൈസ എന്ന് പറഞ്ഞത്. കാരണം ജീവിത ചിലവുകൾ അത്ര ഏറെയാണ്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി ധാരാളം പണം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വാഹനം വാങ്ങുക എന്നുള്ളത്. അതിന് നമ്മൾ EMI എടുത്ത് നമ്മളൊരു വാഹനം സ്വന്തമാക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും നമ്മുടെ ഡ്രീം വാഹനമാകില്ല, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു വാഹനം സ്വന്തമാക്കുന്നുണ്ടായിരിക്കും. അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ലക്ഷറി വാഹനം സ്വന്തമാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വഴി നമുക്ക് ലക്ഷറി വാഹനം തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ നമ്മളെല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ട്രിപ്പിന് പോകുന്നുണ്ടായിരിക്കും. മിക്കവാറും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എന്നിവിടങ്ങളിലൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ ബഡ്ജറ്റിന് അത്രത്തോളമേ എത്താൻ സാധിക്കും, നമ്മുടെ ഡ്രീമിന് അത്രത്തോളം എത്താനേ സാധിക്കും. പക്ഷെ ഈ ഒരു അവസരം വഴി നമുക്ക് വിദേശ രാജ്യങ്ങൾ നമ്മുടെ ഫാമിലിയുമൊത്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ മോഡലുകൾ വരുന്നു, അതിനനുസരിച്ച് ഓരോരുത്തരും വീടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ചിലപ്പോൾ ഒരു വീട് നമ്മൾ EMI എടുത്തൊക്കെ നമ്മൾ സ്വന്തമാക്കുന്നുണ്ടായിരിക്കാം. EMI എടുത്ത് നമ്മൾ വീടും കാറും ഒക്കെ സ്വന്തമാക്കിയാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും നമ്മൾ EMI അടയ്ക്കാനായിരിക്കും വിനിയോഗിക്കുന്നുണ്ടാവുക അല്ലെ. പിന്നീട് നമുക്ക് സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു അവസരം വഴി നമുക്ക് ഡ്രീം ഹൗസ് തന്നെ നമുക്ക് പണിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് സന്തോഷത്തോടെ നമ്മുടെ ഫാമിലിയുമൊത്ത് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഈ ഒരു അവസരം വഴി നമ്മുടെ ഫാമിലിയുമൊത്ത് നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ധാരാളം പൈസ നമുക്ക് വേണം. ഇനി പൈസയുള്ള വ്യക്തിയാണ്, നമുക്ക് സമയമില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടില് തിരക്കുള്ള ബിസിനസ്സുകാര്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, വക്കീലന്മാര്, ഇവരൊക്കെ മണിക്കൂർ അനുസരിച്ച് പൈസ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഫാമിലിയൊത്ത് ഒന്ന് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഒന്ന് സുഖമില്ലാതെ ഒന്ന് കെയർ ചെയ്യാനോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് ഒരു ടൈം ഉണ്ടായി എന്ന് വരില്ല. അങ്ങനെയുള്ളവരുടെ ലൈഫ് ഒരിക്കലും ഒരു സക്സസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇനി പൈസയും സമയവും ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതവും ഒരു സക്സസ് ആവില്ല അല്ലെ. ഇനി ലൈഫ് സെക്യൂരിറ്റി. അപ്പോ ഒരു സക്സസ്ഫുൾ ലൈഫിന് 4 ഘടകങ്ങൾ അത്യാവശ്യമാണ്. ധാരാളം പൈസ വേണം, അതുപോലെ തന്നെ സമയം വേണം, നല്ലൊരു ആരോഗ്യം വേണം, ജീവിതത്തിന് സുരക്ഷിതത്വം വേണം. ഈ 4 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ലൈഫാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് നിങ്ങളുടെ വരുമാനത്തെ കുറിച്ചാണ്. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ആ ഒരു വരുമാന സ്രോതസ് എന്താണ്? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഈ ഒരു വരുമാനം നിലച്ചാൽ നിങ്ങൾ അവ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയുമൊത്ത് നിങ്ങൾക്ക് വിലപ്പെട്ട സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? മിക്കവാറും എല്ലാവരുടെയും ആൻസർ നോ എന്നായിരിക്കും അല്ലെ. ഇതെല്ലാം നമുക്ക് എസ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിലേക്കാണ് നിങ്ങൾ ഏവരും വന്നിരിക്കുന്നത്. ഇവിടെ വരുമാനത്തെ കുറിച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് ലോക ജനത ഈ 2 ടൈപ്പ് വരുമാനം നേടുന്നവരാണ്. ഒന്നെന്ന് പറയുന്ന ആക്റ്റീവ് ഇൻകം, അതുപോലെ മറ്റത് പാസീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഇൻകം നേടുന്നവർ 2 കാറ്റഗറിയിലുള്ളവരാണ്, എംപ്ലോയി ഓർ സെൽഫ് എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും ഒക്കെ ജോലി ചെയ്യുന്നവർ എംപ്ലോയി ആണ് അല്ലെ. അവർ ജോലി ചെയ്യുന്ന ആ ഒരു മണിക്കൂർ അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവുക. അതായത് അവരുടെ പ്രസൻസിലാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് സെൽഫ് എംപ്ലോയി. അത് തയ്യൽ തൊഴിലാളികളാവാം, ഡ്രൈവേഴ്സ് ആവാം, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആവാം, എഞ്ചിനീയേഴ്സ് ആവാം, ഇത് ചെറുകിട വ്യവസായികളാകും. ഇവരും ഇവരുടെ പ്രസൻസിൽ മാത്രമാണ്, ഇവരുടെ സ്കിൽ ഉപയോഗിച്ച് ഇവർ പൈസ സമ്പാദിക്കുന്നത്. ഇവരുടെ ആബ്സെൻസിൽ ഒരിക്കലും ഇവർക്ക് പൈസ ലഭിക്കുന്നില്ല. അതായത് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമാണ് ഇവർ പണം സമ്പാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ആക്റ്റീവ് ഇൻകം നേടുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ലോക ജനതയുടെ 95% ആൾക്കാരും ഈ ഒരു ആക്റ്റീവ് ഇൻകം ആണ് ഏൺ ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു വരുമാനം, ഇവരുടെ ഒരു വെൽത്ത് എന്ന് പറയുന്നത്, ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് വെറും 5% മാത്രമാണ്.
ഇനി പാസീവ് ഇൻകം നോക്കുകയാണെങ്കിൽ അതും രണ്ട് കാറ്റഗറി ഉണ്ട്, ബിസിനസ് ഓണേഴ്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് അല്ലെ, ലുലു മാള്, അതുപോലെ സ്വയംവര സിൽക്സ്, അതുപോലെ ഫീമ ജ്വല്ലേഴ്സ്, അങ്ങനെ നിരവധി ബിസിനസ്സുകാരുണ്ട്. അവർ ലോകത്ത് പല ഭാഗത്ത് അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അവരുടെ ഷോപ്പുകളിൽ പോയല്ല അവർ ബിസിനസ് ചെയ്യുന്നത്. അവിടെ അവരൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ആ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന 500-ലധികം തൊഴിലാളികൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ ആബ്സെൻസിൽ പോലും അവരുടെ സിസ്റ്റം അവിടെ വർക്ക്ഔട്ട് ആവുന്നതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ വരുമാനം അവരുടെ ഫാമിലിക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവർ പാസീവ് ഇൻകം ഏൺ ചെയ്യുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു ഹ്യൂജ് എമൗണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങുന്നവരാവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ വാങ്ങി അതിൽ ബിൽഡിങ്ങിൽ കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്നവർ. ഇവിടെയും ഇവരുടെ ആബ്സെൻസിൽ പോലും ഇവർക്ക് വരുമാനം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരും പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ലോക ജനതയുടെ 5% ആൾക്കാർ മാത്രമേ ഈ ഒരു പാസീവ് ഇൻകം നേടുന്നുള്ളൂ. ഇവരുടെ വെൽത്ത് എന്ന് പറയുന്നത് 95% വെൽത്തും ഇവരുടെ കൈകളിലാണുള്ളത്. നമുക്ക് ഈ ഒരു അവസരം വഴി ആക്റ്റീവ് ഇൻകവും നേടാം, അതുപോലെ തന്നെ പാസീവ് ഇൻകവും നേടാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇതെല്ലാം പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും അതുപോലെ തന്നെ നമ്മുടെ വരുമാനവും എല്ലാം നമുക്ക് സെക്യൂർ ആക്കാം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് എന്തെല്ലാമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു വരുമാനം ഉണ്ടായിരിക്കും. ആ ഒരു വരുമാനം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമ്മുടെ വരുമാനം കൂട്ടിയെടുത്തേ മതിയാകൂ. അപ്പോൾ ഈ ഒരു അവസരം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇതുവഴി നമുക്കൊരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലിമിറ്റഡ് സാലറി ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു വർധന വേണമെങ്കിലോ ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കാത്തിരുന്നാലും ഒരു ചെറിയ ശതമാനം മാത്രമായിരിക്കും നമുക്ക് വർധന ഉണ്ടാവുക. അതായത് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പണിയെടുക്കുന്നത്. അതിന്റെ വേതനമാണ് നമുക്ക് നൽകുന്നത്. ഇവിടെയാണെങ്കിലോ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ഇൻകം നേടാനും സാധിക്കുന്നുണ്ടായിരിക്കും. അതുവഴി നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത ആൾക്കാരാണ്. എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട് കടയിൽ പോകുമ്പോൾ ഡ്രസ്സോ ഓർണമെന്റ്സോ മൊബൈൽ ഫോണോ എന്ത് സാധനമോ ആയിക്കോട്ടെ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? അതിന്റെ വിലയായിരിക്കും അല്ലെ. കാരണം നമുക്കത് വാങ്ങാൻ സാധിക്കുമോ എന്ന ചിന്തയോടുകൂടി ആയിരിക്കും നമ്മളത് നോക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ മക്കളെ അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? നമുക്ക് പിന്നീട് വാങ്ങിത്തരാം, ഇനി വരുമ്പോൾ വാങ്ങിത്തരാം എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. കാരണം നമ്മുടെ കയ്യിൽ അതിനുവേണ്ടി പൈസ ഉണ്ടാവില്ല. മറിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലോ നമുക്ക് പൈസ നോക്കാതെ ഏതൊരു സാധനവും സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു അവസരം വഴി നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാനും ഇഷ്ട സാധനങ്ങളെല്ലാം സ്വന്തമാക്കാനും സാധിക്കുന്നു. അതുപോലെ ടൈം ഫ്രീഡം പോസിബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ നിന്ന് നിങ്ങൾ 1-2 മണിക്കൂർ മാത്രം ഇതിലേക്ക് മാറ്റിവെച്ചാൽ മതിയാകും. ബാക്കി സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ജോലിയോ വിദ്യാഭ്യാസത്തെ ഒന്നും തന്നെ തടസ്സപ്പെടുത്താതെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ എത്ര ബിസിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. മറ്റുള്ളവരുടെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് നമ്മളെല്ലാവരും ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്നവരാണ്. ഇതിലൂടെ ആരാണ് പണം സമ്പാദിക്കുന്നത്? നമ്മളിലൂടെ നമ്മുടെ സമയം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്കല്ലേ നമ്മൾ പൈസ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു ബിസിനസ് മനസ്സിലാക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും റെഡിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ആർക്ക് വേണമെങ്കിലും ഈ ഒരു അവസരവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നല്ലൊരു ആരോഗ്യം. ഇന്നത്തെ കാലത്ത് നമ്മൾ ആരോഗ്യത്തിനാണ് വളരെയധികം ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. ഈ ഒരു അവസരം വഴി നമുക്ക് പൈസ മാത്രമല്ല നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ലീവ് എ ലെഗസി, ഒരു ലെജൻഡ് ആയിരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, എത്ര ഉന്നത പദവിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഒരിക്കലും ആ ജോലി നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മക്കൾക്ക് ഒരു ജോലി വേണമെങ്കിൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവരെ പഠിപ്പിക്കേണ്ടതാണ്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലോ സാലറിയോ ലഭിക്കണമെന്നില്ല. പിന്നെ അവർ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പോയാലും കിട്ടുന്ന ജോലി കൊണ്ട് കിട്ടുന്ന സാലറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലൈഫായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സാകുമ്പോൾ കൈമാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ നമുക്ക് തലമുറകളോളം പാസ് ചെയ്ത് കൊടുക്കാനും തലമുറകളെ കൂടി സെക്യൂർ ആക്കാനും സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മളിലൂടെയാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും തലമുറകളിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകളോളം നമ്മൾ ഓർത്തിരിക്കാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 55-60 വയസ്സ് വരെ അവർ അവിടെ പണിയെടുക്കേണ്ടതായിട്ട് വരും.
അതിനുശേഷമായിരിക്കും അവർക്കൊരു റിട്ടയർമെന്റ് ലൈഫ് ലഭിക്കുന്നുണ്ടാവുക. ഇനി കൂലിപ്പണിക്കാരാണെങ്കിലോ അവരുടെ ആരോഗ്യമുള്ളിടത്തോളം കാലം അവർ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. നമുക്ക് അതിനുശേഷം ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ടോ വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാകുക. പിന്നീട് അവർ കുറെ രോഗങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ ലൈഫിലാണെങ്കിൽ റിട്ടയർഡ് ആയാൽ പോലും EMI ഭയത്താൽ അവര് മറ്റുള്ള സ്ഥലങ്ങൾ വീണ്ടും പണിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് ഓരോ ഫാമിലിയും ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നമുക്കൊരു 5 വർഷം നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് വിന്നിംഗ് ടീം പറയുന്ന സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡി ആണെങ്കിൽ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു റിട്ടയർമെന്റ് ലൈഫ് പോസിബിൾ ആണ്. അതിനുശേഷം നിങ്ങൾ മാറി നിന്നാൽ പോലും ഈ ഭൂമുഖത്തില്ല എങ്കിൽ പോലും എല്ലാ മാസവും 10ാം തീയതി ഇൻകം നിങ്ങളുടെ ഫാമിലിക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതായത് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. എനിക്കിതുപോലെ സംസാരിക്കാനുള്ള കഴിവോ നിങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഇതിൽ വന്നതിന് ശേഷമാണ്, ഇതിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്ങിന്റെ ഫലമായിട്ടാണ് ഞാനൊക്കെ ഇതുപോലെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണ വ്യക്തിയും അസാധാരണ വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാധ്യമാകുന്നുണ്ട്. ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനുള്ള അവസരം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. കമ്പനി വർഷത്തിൽ 3 ഫോറിൻ ട്രിപ്പുകളാണ് നടത്തി വരുന്നത്. 2 ഏഷ്യൻ ട്രിപ്പും 1 യൂറോപ്യൻ ട്രിപ്പും. ഏതൊരു സാധാരണക്കാരും ഇത് അച്ചീവ് ചെയ്യാൻ വിദേശ രാജ്യങ്ങൾ പോവുക എന്നുള്ള നമ്മുടെ സ്വപ്നം ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്. ഇന്നത്തെ കാലത്ത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും ചാരിറ്റി ഇഷ്ടമാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ വരുമാനം വെച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് ആരെയും സഹായിക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ 1 2 പ്രാവശ്യം നമ്മൾ സഹായിച്ചെന്ന് വരും. ഈ ഒരു അവസരം മറ്റുള്ള ഫാമിലിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വഴി നമുക്ക് മറ്റുള്ള ഫാമിലിയിലേക്ക് നല്ലൊരു ആരോഗ്യം, ലൈഫ് ലോങ് അവർക്കൊരു വരുമാനം എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കാര്യം ഇവിടെ പോസിബിൾ ആണ്. ഇതെല്ലാം നമുക്ക് നേടിത്തരാൻ വിന്നിംഗ് ടീം നമ്മളെ പരിചയപ്പെടുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. 2004 ഡൽഹിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 10 പ്രോഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. പ്രോഡക്റ്റ് നീക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണം, ഇത് പ്രോഡക്റ്റ് സെല്ലിംഗ് ബിസിനസ്സോ സ്റ്റാറ്റസ് ഇടുന്ന ഒന്നും തന്നെയല്ല. ഇതിന്റെ ഫൗണ്ടറാണ് മിസ്റ്റർ ഗൗതം ബാലി സാറ്, അതുപോലെ മിസ്റ്റർ കൻവർ ബിങ്സ് സാർ ആൻഡ് മിസ്റ്റർ ദീപക് സാറ്. ഇവരുടെ വിഷനും മിഷനുമാണ് വെസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനി. അതുകൊണ്ട് തന്നെ ഈ ജൂൺ 2-ാം തീയതി ആയപ്പോൾ 2025 ജൂൺ 2-ാം തീയതി ആയപ്പോൾ 21 വർഷം വളരെ സക്സസോടെ പൂർത്തീകരിച്ച് 22ാമത്തെ വർഷത്തിലോട്ട് ജൈത്രയാത്ര തുടരുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അപ്പോ 21 വർഷമാകുമ്പോഴേക്കും 10 പ്രോഡക്ട്സ് എന്നുള്ളിടത്ത് 450-ലധികം സ്വന്തം പ്രോഡക്റ്റും, അതുപോലെ 2 ഓഫീസ് എന്നുള്ളിടത്ത് 5000-ത്തിലധികം ഓഫീസേഴ്സും, 6 ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളിടത്ത് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സൃഷ്ടിക്കാനായിട്ട് വെസ്റ്റീജ് കമ്പനിക്ക് സാധിച്ചു. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. വേൾഡിൽ ലോക ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 38ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഓക്കെ, ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കൂടാതെ UAE, സൗദി, ബഹ്റൈൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഖാന, ഫിലിപ്പൈൻസ് ആൻഡ് ഐവറി കോസ്റ്റ്, ഇത്രയും രാജ്യങ്ങളിലെ കമ്പനി ഓൾറെഡി റണ്ണിംഗ് ആണ്. മറ്റ് അതർ കൺട്രിയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. ഒരുപാട് അവാർഡ് റെക്കഗ്നേഷൻ കിട്ടിയ കമ്പനിയാണ്. India's the best company of the year 2017, best nutraceutical company of the year 2017 and 2018, Global 100 award, great place to work in award, അതുപോലെ നാഷണൽ എംപ്ലോയർ ബെസ്റ്റ് ബ്രാൻഡിനുള്ള അവാർഡ് ഒക്കെ കിട്ടിയ ഒരുപാട് അവാർഡ് റെക്കഗ്നേഷൻ ഒക്കെ കിട്ടിയ കമ്പനിയാണ് വെസ്റ്റീജ്. ഓക്കെ, ഇവിടെ കമ്പനിയുടെ നട്ടെല്ലെന്ന് പറഞ്ഞ പ്രോഡക്റ്റുകളാണ്. പ്രോഡക്റ്റിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, അതായത് വിവിധ ശ്രേണിയിലുള്ള പ്രോഡക്ട്സ് അഫോർഡബിൾ പ്രൈസിൽ ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന വിലയിൽ എല്ലാ രാജ്യത്തും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 100% മണി ബാഗ് ഗ്യാരണ്ടിയോടുകൂടിയാണ് നമുക്ക് കമ്പനി അഷ്യൂർ ചെയ്യുന്നത്. 450 പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനെ 16 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ, ഹാർട്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ഗ്ലിസം ഹെൽത്ത്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷൻ, വുമൻസ് ഹെൽത്ത്, ഐസ് ആൻഡ് ഹെൽത്ത്, ഫുഡ്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, സ്കിൻ കെയർ ആൻഡ് ആന്റി ഏജിംഗ്, കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ, അഗ്രികൾച്ചർ, വാട്ടർ പ്യൂരിഫയർ ആൻഡ് മെനി മോർ. ഇവിടെ കുറെ പ്രോഡക്ട്സ് നമുക്ക് കാണാം. നമ്മൾ ആദ്യം മറ്റൊന്നോടത്ത് വിചാരിക്കും ഇത് മരുന്നുകളാണെന്ന്. ഇത് മരുന്നുകളല്ല. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും തന്നെ നമുക്ക് ഫുഡിലൂടെ ലഭിക്കുന്നില്ല. കാരണം ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്ത് എക്സ്ട്രാ നമുക്ക് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന ഫുഡ് സപ്ലിമെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കമ്പനി ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത് ആണ്. ഇതിൽ വരുന്നത് നമ്മുടെ എല്ലുകളുടെയും ജോയിന്റുകളുടെയും ബലത്തിന് അല്ലെ ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രോഡക്റ്റുകളാണ് ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ വരുന്നത്.
കാൽഷ്യം, ഗ്ലൂക്കോസാമിൻ, കൊളാജിൻ, അങ്ങനെ നിരവധി പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ ഗ്ലിസമി ഹെൽത്തിലോട്ട് പോവുകയാണെങ്കിൽ ഷുഗർ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് നീമിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തിട്ടുള്ള ആര്യവേപ്പിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്ത നീം, അതുപോലെ തന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മധുര തുളസിയുടെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തിട്ടുള്ള സ്റ്റീവിയ, ഇങ്ങനെ നിരവധി പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരികയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരുന്നത്. വൈറ്റമിൻ സി നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു വൈറ്റമിൻ ആണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നെല്ലിക്ക, അംല. അപ്പോൾ നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള അംല, അതുപോലെ ന്യൂനി, സ്പൈർലീന, അലോവേര, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരുന്നുണ്ട്. വെസ്റ്റീജ് പ്രൈമിൽ പോവുകയാണെങ്കിൽ സീബക്തോൺ, അതുപോലെ മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്, അതുപോലെ ക്രിൽ ഓയിൽ, അതുപോലെ തന്നെ കോംബയോട്ടിക്സ്, അങ്ങനെ നിരവധി പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു വെസ്റ്റീജ് പ്രൈം കാറ്റഗറിയിൽ വരുന്നു. ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത് നമുക്കറിയാം, ഇന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും വിഷാംശം അടങ്ങിയതാണ് അല്ലെ. ഇതിന്റെ ഫലമായിട്ട് ഈ വിഷാംശം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഈ ഒരു ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത്. ഫൈബർ, അതുപോലെ തന്നെ ഗാനോഡെർമ, നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന ഐ സപ്പോർട്ട്, കുർക്കുമിൻ, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നുണ്ട്. അതുപോലെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം, അതായത് അമിത വണ്ണത്തിൽ നിന്ന്, അമിത ഭാരത്തിൽ നിന്ന് നമ്മുടെ ബോഡി വെയിറ്റ് ലോസ് ആക്കി അത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ വരുന്നത്. വീസ്ലിം ഷെയ്ക്ക്, വീസ്ലിം ക്യാപ്സ്യൂള്, അതുപോലെ തന്നെ വീസ്ലിം ടീ, നിരവധി പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഒരു ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ വരുന്നുണ്ട്. ഇനി സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രോഡക്റ്റ് കാറ്റഗറിയാണ് വിമൻസ് ഹെൽത്തിൽ വരുന്നത്. നമുക്കറിയാം, ഒരുപാട് PCD പ്രോബ്ലം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് കഴിക്കാൻ പറ്റുന്ന ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തുള്ള ശതാവരി മാക്സ്, അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ക്രാൻബെറി, ഇനി വിളർച്ച ഉള്ളവർക്ക് ഫോളിക് ആൻഡ് പ്ലസ്, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു വിമൻസ് ഹെൽത്തിലുണ്ട്. ഇനി നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഹാർട്ടിൽ വരുന്നത്. ഫ്ലാക്സ് ഓയിൽ, എല്ലാർജിൻ, ക്യൂൻസം ക്യൂട്ടൻ, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകളുണ്ട്. ഓക്കെ, ഇനി ഐസാനെ എന്ന് പറഞ്ഞാൽ ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ്. നമ്മുടെ കിഡ്നിയെ സംരക്ഷിക്കുന്ന കിഡ്നി ഹെൽത്ത്, ലിവറിനെ സംരക്ഷിക്കുന്ന ലിവർ ഹെൽത്ത്, അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് റെസ്പോ കെയർ, അങ്ങനെ നിരവധി പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു ഐസാൻഡയിൽ. അതുപോലെ ഇനി ഫുഡ് ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന omega-3, omega-6 അടങ്ങിയ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ട്, അതുപോലെ ഒലിവ് ഓയിൽ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സെറയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ പൗഡർ വാനില ഫ്ലേവറിലും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിലും നമുക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ടീ ഉണ്ട്, കോഫി പൊടി ഉണ്ട്. ഇനി സ്പൈസി ടീ വേണമെന്നവർക്ക് സ്പൈസി ടീ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രഷ് അപ്പ് ഡ്രിങ്ക് ഉണ്ട്, എനർജി ബാർസ്, മക്കൾക്ക് നമുക്കറിയാം ചോക്ലേറ്റ് ബാർസ് ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എനർജി ബാർസ് നമുക്ക് ലഭ്യമാണ്. ഇനി 4 ടൈപ്പ് വൈറ്റമിൻസ് സ്പ്രേ നമുക്ക് അവൈലബിൾ ആണ്. സബ്ലിങ്കൽ സ്പ്രേ, സാധാരണ നമ്മളൊരു വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ അത് ആമാശയത്തിൽ പോയി ദഹിച്ച് നമ്മുടെ ശരീരത്ത് അത് ആഗിരണം ചെയ്യണം, അല്ലെങ്കിൽ അത് എത്തണമെങ്കിൽ മണിക്കൂറുകളോളം സമയമാവും. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് സബ്ലിങ്കൽ സ്പ്രേ നമുക്ക് അവൈലബിൾ ആണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ശരീരത്ത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സബ്ലിങ്കൽ സ്പ്രേ. മൾട്ടി വൈറ്റമിൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അതുപോലെ തന്നെ വൈറ്റമിൻ സി. ഇനി 2 ടൈപ്പ് സ്പ്രേ കൂടിയുണ്ട്. ഉറക്കക്കുറവുള്ളവർക്ക് മെലാറ്റോണിൻ സ്പ്രേ, അതുപോലെ തന്നെ മുടികൊഴിച്ചിലുള്ളവർക്ക് ബയോട്ടിൻ സ്പ്രേ. അങ്ങനെ നമുക്ക് 6 ടൈപ്പ് സ്പ്രേ, സബ്ലിങ്കൽ സ്പ്രേ ആണ് നമുക്കുള്ളത്. അതുപോലെ ഇനി ഓറൽ കെയർ പോവുകയാണെങ്കിൽ 3 ടൈപ്പ് പേസ്റ്റ്, അതായത് ദന്തശ്വർ പേസ്റ്റ്, അതുപോലെ മഷ്റൂമിന്റെ ഗ്യാനോ പേസ്റ്റ്, ഇനി പല്ലിന്റെ ഇനാമലൊന്നും നഷ്ടപ്പെടാതെ നാച്ചുറൽ ആയിട്ട് പല്ല് വെളുക്കാൻ സഹായിക്കുന്ന വൈറ്റനിങ് പേസ്റ്റ്, മൗത്ത് വാഷ്, ടൂത്ത് ബ്രഷ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി പേഴ്സണൽ കെയറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫെയർനെസ് ക്രീം, അതുപോലെ തന്നെ BB ക്രീം, ഫുഡ് ക്രീം, അതുപോലെ തന്നെ ബോഡി ലോഷൻസ്, മോയ്സ്ചർ ക്രീം ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 4 ടൈപ്പ് DFM 76 മുകളിലുള്ള 4 ടൈപ്പ് സോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി സ്പ്രേ, ടാൽക്കം പൗഡർ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി മുടിയുടെ സംരക്ഷണത്തിന് ഉതകുന്ന ഹെയർ ഓയിൽ, ഹെയർ സ്പാ, ഹെയർ കണ്ടീഷണർ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ പേഴ്സണൽ കെയർ പോവുകയാണെങ്കിൽ പപ്പായ സ്ക്രബ്, അതുപോലെ ചാർക്കോൾ പീൽ മാസ്ക്, മഡ് മാസ്ക്, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ എഫിഷ്യൻസി കൂട്ടുന്ന നാനോ എനർജൈസർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
ഉണ്ട്. അതുപോലെ ക്ലീനിങ് സെഷൻ പോവുകയാണെങ്കിൽ ഹൈവെസ്റ്റ് എന്ന പേരിൽ ഡിഷ് വാഷ് ലിക്വിഡ്, ഡിറ്റർജന്റ് പൗഡർ, അതുപോലെ ഡിറ്റർജന്റ് ലിക്വിഡ്, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഗ്ലാസ് ക്ലീനർ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി മെൻസിന്റെ സൗന്ദര്യം നൽകുന്ന ട്രൂമാൻ എന്ന പേരിൽ നമുക്കൊരു പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്. ഫേസ് വാഷ്, സോപ്പ്, പെർഫ്യൂം ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വെല്ലിനോടെ കളർ കോസ്മെറ്റിക്സ്, ലിപ് ബാം, ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മിസ്റ്റർ ഓഫ് മിലാന്റെ പ്രോഡക്റ്റുകൾ, അതായത് കാജള്, മസ്കാര, ഐലൈനർ, ലിപ്സ്റ്റിക് ഒക്കെ, നെയിൽ പോളിഷ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഫോർമുല 9 ഇതൊരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ 3 ലെയർ പോയി റിപ്പയർ ചെയ്തുകൊണ്ട് മുഖസൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന മുഖസൗന്ദര്യം നൽകുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു സ്കിൻ ഫോർമുല 9 കണ്ണിന്റെ അടിയിലുള്ള കറുപ്പ് മാറാനാണ് ട്രൈസറം, അതുപോലെ തന്നെ മോക്കുരുവിന്റെ പാടുകൾ, ആക്സിഡന്റ് പാടുകളൊക്കെ മാറാൻ ബ്ലെമിഷ് ജെല്ല്, അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ മുഖത്ത് ചുളിവുകളൊക്കെ വീഴാറുണ്ട്, അപ്പൊ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂത്ത് എലിക്സർ, അങ്ങനെ നിരവധി പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു സ്കിൻ ഫോർമുല 9 ഇനി നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന കർഷകരാണല്ലേ. കാരണം അവർക്ക് ഉൽപാദന ചെലവ് കൂടുതലാണ്, അതിനനുസരിച്ച് വിളവ് ലഭിക്കുന്നില്ല. അപ്പൊ ഇവിടെ മണ്ണിന്റെ pH വാല്യൂ നിലനിർത്തിക്കൊണ്ട് ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ വിളവ് ലഭിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി പ്രോഡക്റ്റ്. സൂപ്പർ റിസൾട്ട് ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 2 ടൈപ്പ് വാട്ടർ പ്യൂരിഫയർ ഷാർപ്പ് കമ്പനി വെസ്റ്റീന് പ്രത്യേകമായി തയ്യാറാക്കുന്ന 2 ടൈപ്പ് വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് യാത്രകളിൽ കൊണ്ടുപോകാൻ പോർട്ടലായിട്ടുള്ളതും, അതുപോലെ തന്നെ വാളിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന 2 ടൈപ്പ് വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അങ്ങനെ നിരവധി പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ്. അതായത് ഒരു കമ്പനിയിൽ നിന്നും ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരിട്ട് വാങ്ങുന്നില്ല. നമ്മൾ വാങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ നിന്നാണ്. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങൾ പരസ്യം കണ്ടിട്ടാണ്. സെലിബ്രിറ്റീസ് മാധ്യമങ്ങൾ പരസ്യം കാണിക്കും, നമ്മൾ ആ പ്രോഡക്റ്റിന്റെ പേര് മനസ്സിലാക്കും, ഉപയോഗം മനസ്സിലാക്കും, നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ പോയി ചോദിച്ചു വാങ്ങും. നമുക്കറിയാം ഒരു സെലിബ്രിറ്റീസ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടല്ല പരസ്യം പറയുന്നത്. അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ അവർക്ക് ലഭിക്കുന്നത് കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത് എങ്ങനെയാണ്? ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, ഇത്രയും ഇടനിലക്കാർ വഴിയാണ് കൺസ്യൂമർ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നുണ്ടാവുക. ഇവര് വെറുതെ അല്ല പണിയെടുക്കുന്നത്, ഇവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഇവർക്കുള്ള ലാഭം ആരാണ് കൊടുക്കുന്നത്? സാധാരണക്കാരെ നമ്മളാണ്. അതായത് നമ്മൾ 100 രൂപ കൊടുത്ത് നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് ഉൽപാദന ചെലവ് എന്ന് പറയുമ്പോൾ വെറും 40 രൂപ ഉണ്ടാകും. ബാക്കി വരുന്ന 60 രൂപ കമ്പനി നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടാണ് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ വീതിച്ച് കൊടുക്കുന്നുണ്ടാവുക. നമുക്കറിയാം ഇന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ല, സെക്കൻഡും തേർഡും ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് പലവിധ അസുഖങ്ങളാൽ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. നമ്മളുടെ വരുമാനത്തിന് നല്ലൊരു ഭാഗം നമ്മൾ ഹോസ്പിറ്റലാണ് വിനിയോഗിക്കുന്നുണ്ടാവുക. വെസ്റ്റീജ് കമ്പനി 450-ലധികം പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ആരും തന്നെ ഇല്ല. കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് നേരിട്ട് കൺസ്യൂമറുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ മാർക്കറ്റിംഗ് വിങ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന കൺസ്യൂമർ ആണ്. അതായത് വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് കൺസ്യൂമർ പ്രോഡക്റ്റുകൾ വാങ്ങുകയും അതിന്റെ ക്വാളിറ്റി അവർക്ക് ഇഷ്ടപ്പെടുകയും അവരത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് വഴി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഉൽപാദന ചെലവ് 40 രൂപ കഴിഞ്ഞ് ബാക്കി വരുന്ന 60 രൂപ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ആ ഒരു തുക കമ്പനി നമുക്ക് 9 ടൈപ്പ് ഇൻകം ആക്കി നൽകുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന കൺസ്യൂമർക്ക് 9 ടൈപ്പ് ഇൻകം ആക്കി നൽകുന്നു, ഒരു വരുമാനമാക്കി നൽകുന്നു. ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ തീർത്തും നാച്ചുറൽ ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. പ്രകൃതിക്കോ മനുഷ്യനോ യാതൊരുവിധ ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകളാണ്. ഇത് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, നിലവിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിയെടുക്കാനും നമ്മുടെ ഹോസ്പിറ്റൽ ചെലവ് അതുവഴി നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരിക്കും, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമ്പനിയുമായിട്ട് ഒരു രജിസ്ട്രേഷൻ അവർ ചെയ്തു തരുന്നുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യം മാത്രം. നമ്മൾ ഇത്രയും വർഷം ഏതെല്ലാം ഷോപ്പുകളിൽ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു, നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും ലഭിച്ചിട്ടില്ല അല്ലെ? ഇവിടെ നിങ്ങൾ ഷോപ്പിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും.
അങ്ങനെ നമ്മൾ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 9 ടൈപ്പ് വരുമാനം നമുക്ക് ഇവിടെ ലഭിക്കുന്നെന്ന് പറഞ്ഞു. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സേവിങ്സ് ഓൺ കൺസപ്ഷൻ 10 to 20%, പെർഫോമൻസ് ബോണസ് 5 to 16%, ഡയറക്ടർ ബോണസ് 15%, അതുപോലെ ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർഹെഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, അതുപോലെ തന്നെ ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ബോണസ് 2%. ഇങ്ങനെ 9 ടൈപ്പ് വരുമാനമാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു കൺസ്യൂമറായി നിന്നാൽ നമുക്ക് 50% ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ എത്രയോ വർഷം കൊണ്ട് നമ്മളെ തൊട്ടടുത്ത ഷോപ്പിലെ കൺസ്യൂമേഴ്സ് ആണ്. നമുക്ക് 1% പോലും ബെനിഫിറ്റ് ലഭിച്ചിട്ടില്ലല്ലേ. ഇവിടെ നമുക്ക് പകുതിയിലേറെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടായിരിക്കും. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നമ്മളെ കമ്പനിയോട് രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനി നമുക്കൊരു ഐഡിയും പാസ്വേഡും നൽകുന്നുണ്ടായിരിക്കും. ആ ID നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ MRP റേറ്റിൽ നിന്ന് നമുക്ക് 10 മുതൽ 30% വരെ ഓഫിലാണ് ഓരോ പ്രോഡക്റ്റും നമുക്ക് നൽകുന്നുണ്ടാവുക. അതായത് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 70 രൂപയ്ക്ക് അകത്ത് നമുക്കത് ലഭിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഓരോ പർച്ചേസിംഗ് നമുക്ക് 10% ഫ്രീ പ്രോഡക്റ്റ് നൽകുന്നു. ഇപ്പൊ 1000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 100 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് നൽകുന്നുണ്ടായിരിക്കും. 2000 ആണെങ്കിൽ 200, 3000 ആണെങ്കിൽ 300. നമ്മൾ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് ഓരോ മാസവും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഇതിന്റെ ലാഭവിഹിതം 5 to 16% നമുക്ക് ഇതിന്റെ ലാഭവിഹിതം ലഭിക്കുന്നുണ്ടായിരിക്കാം. അതായത് നമ്മൾ ഒരു മാസം ക്രിയേറ്റ് ചെയ്യുന്ന ടേൺ ഓവർ അനുസരിച്ച് അതിന്റെ ലാഭവിഹിതം 5 മുതൽ 16%. സ്റ്റാർട്ടിങ് 5 ആയിരിക്കാം, പിന്നീട് അത് 8 ആയി മാറുന്നുണ്ടായിരിക്കാം. 8 എന്നുള്ള 12 ആവും, 12 എന്നുള്ള 16 ആവും. ഓരോ മാസവും നമ്മൾ കൊടുക്കുന്ന ടേൺ ഓവർ അനുസരിച്ച് നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിന്റെ ലാഭവിഹിതമായിരിക്കും നമുക്ക് പിറ്റേ മാസം 10-ാം തീയതി കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് മണി ബാഗ് ആൻഡ് 100%. നമ്മൾ എത്രയോ വർഷം കൊണ്ട് തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നു. ഒന്നി നമ്മുടെ ഫ്രണ്ടിന്റെ കടയാവും, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവിന്റെ കടയാവും. ആരുടെ കടയാണെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചു നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ അത് തിരികെ കൊടുക്കുകയാണെങ്കിൽ അവരത് എടുക്കില്ല. പക്ഷെ വെസ്റ്റീജ് കമ്പനിയിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചു 30% ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കമ്പനി അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത്രയും പൈസ കമ്പനി തിരികെ തരാൻ റെഡിയാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് 1 രൂപ നഷ്ടം വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് MRP റേറ്റിൽ നിന്ന് വില കുറച്ച് സാധനം തരുന്നു, അതിന്റെ ഫ്രീ പ്രൊഡക്റ്റ് തരുന്നു, അതിന്റെ ലാഭവിഹിതം തരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരികെ കൊടുക്കാനും പൈസ തിരികെ ലഭിക്കാനും ഉള്ള ഒരു ഓപ്ഷൻ കൂടി കമ്പനി നമുക്ക് നൽകുന്നു. 100% റീഫണ്ട് പോളിസിയോടുകൂടി ആണ് നമുക്ക് 100% ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നൽകുന്നത്. കാരണം ഇവിടെ പരസ്യക്കാരും ഇടനിലക്കാരും എല്ലാ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് സാധാരണക്കാരെ നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കമ്പനി ഓരോ പ്രോഡക്റ്റും നമുക്ക് നൽകുന്നത്. ഇനി അടുത്തൊരു ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള കസ്റ്റമർ കൊടുക്കുന്ന ഒരു ഓഫറാണ്. നമ്മൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സാധനം വാങ്ങുന്നവരാണ് അല്ലെ. ഇത്രയും നാളെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റുകളായിരിക്കും നമ്മളെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുക. നമുക്ക് 1% പോലും, ഒരു മിഠായി പോലും നമുക്ക് ഫ്രീ ആയിട്ട് ആരും നൽകിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ ഓരോ പ്രോഡക്റ്റിന് ഓരോ പോയിന്റ് വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 100 പോയിന്റിന്റെ പ്രോഡക്റ്റ്, 100 പോയിന്റ് ആകുമ്പോൾ ഏകദേശം 3000, 3500 ആ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അത് 4 മാസം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 5-ാമത്തെ മാസം നിങ്ങൾക്ക് 3000 രൂപ MRP വരുന്ന പ്രോഡക്റ്റ് 2515 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. അത് 100 അല്ല, 200, 300, 400 നിങ്ങൾ എത്ര പോയിന്റ് എടുക്കുന്നു അത്രയും ഫ്രീ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഇതൊരു ജോയിനിങ് സ്കീം ഒന്നുമല്ല. നിങ്ങൾ എത്ര വർഷം ഈ ഒരു ബിസിനസ് ചെയ്യുന്നു അത്രയും വർഷം ഓരോ 4 മാസം കൂടുമ്പോഴും ഇതുപോലെ ഫ്രീ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതും കമ്പനി സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്, ഈ 450 പ്രോഡക്റ്റുള്ള ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമുക്ക് ആ ഒരു പൈസയ്ക്ക് ആ ഒരു വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതിന് പുറമെ കമ്പനിയുടെ ലക്കി ട്രോള് നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നമ്മളെ കൊണ്ടുവന്ന സ്പോൺസർ നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ വെസ്റ്റീജ് കമ്പനി നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ടായിരിക്കും. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഇതിനകത്ത് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. ഏതൊരു സാധാരണക്കാരനും വിജയിക്കാവുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു പെർഫോമൻസ് ബോണസ് 5 to 16% നമുക്ക് ലഭിക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്ന 30 രൂപയ്ക്ക് മുകളിൽ ബിസിനസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 5% ആകുന്നുണ്ടായിരിക്കും. അത് 600 പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, അതായത് 18000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 8% ആകുന്നുണ്ടായിരിക്കാം. അത് 7200, അതായത് 2400 പോയിന്റ് നമ്മൾ, അതായത് 72000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 12% ആകുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ 5500 പോയിന്റ് നമ്മൾ
കൊണ്ടുവരുമ്പോൾ, അതായത് 1,65,000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 16% എത്തുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു പെർഫോമൻസ് ബോണസ് കിട്ടുന്നുണ്ടാവുക. ഇത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കമ്പനി ഒരു എളുപ്പ വഴി കൂടി പറയുന്നുണ്ട്. അതായത് ഒരു സിംഗിൾ മന്തിൽ നിങ്ങൾക്ക് ഒരു 300 PV കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് 8% ആകുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സിംഗിൾ മന്തിൽ നിങ്ങൾക്ക് 4,500 PV കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ 16% എത്തുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് പിൻ ലെവലെ ബ്രോൺസ് ഡയറക്ടർ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്ന ബിസിനസിന്റെ ടോട്ടൽ ടേൺ ഓവർ 5,500 പോയിന്റ് വാല്യൂ എത്തുമ്പോഴാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആകുന്നത്. അപ്പോൾ നമുക്ക് റീപർച്ചേസിംഗ് ഓഫർ 10-20% നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. പെർഫോമൻസ് ബോണസ് 16% നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ടീം ബിൽഡിംഗ് ബോണസ് 3% നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ബ്രോൺസ് ഡയറക്ടറെ നമ്മളെ കൂടെ വന്ന ഒരു ഫാമിലിയെ കൂടി നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ ആകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ട്രാവൽ ഫണ്ട് 3% നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ 2 ഫാമിലിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എത്തിക്കുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ ആകുന്നുണ്ടായിരിക്കും. 3 ഫാമിലിയെ നമ്മൾ ഡയറക്ടർ ലെവലിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാർ വാങ്ങിക്കാനുള്ള EMI 5% കമ്പനി ഇവിടെ നമുക്ക് നൽകുന്നുണ്ടായിരിക്കും. ഇനി 4 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ഡയമണ്ട് ഡയറക്ടർ ആകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കമ്പനി വർഷത്തിൽ 2 ട്രിപ്പുകളാണ് തരുന്നത്, ഏഷ്യൻ ട്രിപ്പും യൂറോപ്യൻ ട്രിപ്പും. ഈ ഒരു ഡയമണ്ട് ഡയറക്ടർ ആകുന്നതോടുകൂടി നമുക്ക് 2 ട്രിപ്പുകളും ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഇനി 6 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ വീട് വെക്കാനുള്ള EMI 3% കമ്പനി നമുക്ക് ഇവിടെ നൽകുന്നുണ്ടായിരിക്കാം. ഈ 8 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ 8 ഫാമിലിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് കമ്പനി എലൈറ്റ് ക്ലബ് ബോണസ് എന്ന ഒരു ഇതും കൂടി നമുക്ക് ബോണസും കൂടി കമ്പനി നമുക്ക് നൽകുന്നുണ്ടായിരിക്കും. അത് 2%. 2% എന്ന് വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും അതൊരു ചെറിയ എമൗണ്ട് ആണെന്ന്. അതൊരു ചെറിയ എമൗണ്ട് അല്ല. കാരണം കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ടേൺ ഓവറിന്റെ 2% നൽകുന്നത്. ഹ്യൂജ് എമൗണ്ട് ആണ്. 20 ലക്ഷം രൂപ വരെ നമുക്കത് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും, ആ ഒരു എലൈറ്റ് ക്ലബ് ബോണസ് മാത്രം. ഓക്കെ, ഇനി 12 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടായിരിക്കും. 16 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കും. വെസ്റ്റീജിന്റെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് ട്രാവൽ ചെയ്ത സ്ഥലങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെസ്റ്റീജിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഡ്രീം കാറുകൾ, ലക്ഷറി കാറുകൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ ഓരോ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈഫ് ലോങ് ആജീവനാന്തമാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം കാറുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഡ്രീം ഹൗസ് സ്ക്വയർ ഫീറ്റ് നോക്കാതെ നമ്മുടെ ഇഷ്ടഭവനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇനി ഇവിടെ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികളാണ് കാണിച്ചിരിക്കുന്നത്. വെൽനസ് ഇൻഡസ്ട്രി, അതുപോലെ ഇ കൊമേഴ്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമുക്കറിയാം ഏതൊരു പ്രോഡക്റ്റും സെല് ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെയാണ്. നെറ്റ്വർക്ക് ആകുമ്പോൾ നമുക്ക് ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇരിക്കുന്നത് എവിടാണോ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഏത് ലോകത്ത് വേണമെങ്കിലും നമുക്ക് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ്വർക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് അത്രയും ടേൺ ഓവർ നിങ്ങൾക്ക് ക്രിയേറ്റ്, അത്രയും ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ് വെൽനസ്. ജിമ്മ്, മെഡിറ്റേഷൻ, യോഗ, വാട്ടർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, ഇതെല്ലാം വെൽനസ് ഇൻഡസ്ട്രിയാണ് അല്ലെ. ഇവിടെ ഒരു പുസ്തകമാണ് കാണിച്ചിരിക്കുന്നത്. US എക്കണോമിസ്റ്റ് പോൾസൺ ബിൽസർ പറഞ്ഞിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രി വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഡ്രില്ലിനിയേഴ്സിനും മില്ലിനിയേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി കൂടിയാണ് വെൽനസ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സും വെൽനസ് ഓറിയന്റഡ് ബിസിനസ് ആണ്. ഇതിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഇ കൊമേഴ്സ് രീതിയിലുള്ള നമ്മളെല്ലാം സാധനങ്ങൾ വാങ്ങുന്നവരാണ്. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇത് ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും വെസ്റ്റീജിന്റെ ആപ്പ് ഉപയോഗിച്ച് ഇ കൊമേഴ്സ് രീതിയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് 3ഉം ഇന്നത്തെ കാലഘട്ടത്തിലെ ബിസിനസ്സാണ്. ഇത് 3ഉം കോർത്തിണക്കി ഒരു വലിയൊരു ഗ്ലോബൽ ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ ഏവരും കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണ്. തീർച്ചയായിട്ടും റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു അവസരം എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ഒരു മഹത്തായ ഇൻഡസ്ട്രി, നമ്മളുടെ മനുഷ്യ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ ഏവരും കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നല്ലൊരു ഉറച്ച ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത്. ബാക്ക് ടു MC. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത്. ബാക്ക് ടു MC.
സാർ കേൾക്കുന്നില്ല. വോയിസ് കേൾക്കുന്നില്ല ചേട്ടാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണൻ ചേട്ടൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഭീമ മാഡം ഷെയർ ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്ലോസിംഗ് സെഷൻ, നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു വിജയിച്ച വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം വിമൽ സാർ. താങ്ക് യു വെരി മച്ച് ഷാജി. ഒരുപക്ഷെ കണ്ണൻകുട്ടി സാറ് ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റ്വർക്കിന് എന്ത് എറർ വന്നതാണ്. അപ്പം എന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഷാജിയും കൂടി ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ പേര് വിമൽ. ഞാൻ ജോയിൻ ചെയ്യുന്നത് എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. പ്രൊഫഷൻ കൊണ്ട് ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ യൂണിഫോം സർവീസിലാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് ആസ് ആൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ വിത്ത് ഇന്ത്യൻ നേവി. റിട്ടയർമെന്റിന് ശേഷം എൻ്റെതായിട്ടുള്ള ചില പ്രൊജക്ടുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇന്ന് വളരെ മനോഹരമായിട്ട് ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ എക്സലന്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭീമ സാബു പ്രസന്റ് ചെയ്ത ഓപ്പർച്യൂണിറ്റി ഞാനും നിങ്ങളിൽ ഒരുപോലെ പോലെ കുറച്ച് വർഷങ്ങൾക്കപ്പുറം കാണാൻ ഇടവന്നു. ആ സമയത്ത് ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ആകുമെന്നുള്ള ധാരണയൊന്നും ഉണ്ടായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്തതല്ല. ഒരുപക്ഷെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിൽ ഒരു രജിസ്ട്രേഷനിലൂടെ കിട്ടാവുന്ന ഡിസ്കൗണ്ടുകൾ മേടിച്ച് കണ്ടിന്യൂ ചെയ്യുക എന്നൊരു ആശയത്തിലാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്തത്. ഒരുപക്ഷെ ഈ മിക്കവാറും ഈ പ്ലാറ്റ്ഫോമിലുള്ള ആരോട് ചോദിച്ചാലും ഭൂരിപക്ഷം പറയുന്നതും പ്രൊഡക്റ്റുകൾ നല്ലതാണെന്ന് കണ്ടപ്പോൾ ഒരു രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷനിലൂടെ പ്രൊഡക്റ്റുകൾ പിന്നെയും മേടിക്കാൻ വേണ്ടി ഒരു പ്രൊസ്യൂമർ, ഒരുപക്ഷെ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു പദമാണ് പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ഒരു പ്രൊസ്യൂമർ ആയിട്ട് തീരുക. പക്ഷെ ഇന്ന് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഇത്ര സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ആൾറെഡി ഇവിടെ ഭീമ പറഞ്ഞ പോലുള്ള ഒന്നിൽ കൂടുതൽ റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വന്നിട്ടുള്ള വ്യക്തികളോടാണ് കൂടുതലും സംവാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, വർഷങ്ങൾക്കപ്പുറം ഞാൻ എങ്ങനെ ഇരുന്ന് കേട്ടോ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നത്. കാരണം ഡിജിറ്റൽ ഇത്രയേറെ ശക്തമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഫിസിക്കലായിട്ട് ഇരുന്നൊരു പേപ്പറും പേനയുടെയും സഹായത്തിലൂടെയാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടത്. അപ്പം ഇന്ന് നമുക്ക് ഇത്രയേറെ സൗകര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, താല്പര്യം കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഡിജിറ്റൽ എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് 3 പുസ്തകങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഭീമ പറയുന്നുണ്ടായി. ഒന്ന്, ഇന്ന് ആധുനിക യുഗത്തിൽ എവറിഥിങ് ഈസ് ടേണിംഗ് ടു ഡിജിറ്റൽ. ശരിയാണോ അല്ലേ? കുട്ടികൾ സ്കൂളിൽ പോകാതെ പഠിക്കുന്നതോ, ഉദ്യോഗാർത്ഥികൾ ജോലി സ്ഥലത്ത് പോകാതെ പണിയെടുക്കുന്നതോ, നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് കടയിൽ പോകാതെ സാധനങ്ങൾ മേടിക്കുന്നതോ, ബാങ്കിൽ പോകാതെ പൈസ മാറാൻ പറ്റുന്നതോ, എനിത്തിങ് ആൻഡ് എവറിഥിങ് ഹാസ് ടേൺ ടു ബി ഡിജിറ്റൽ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഡിജിറ്റലിനെ നമ്മുടെ ഒരു പൊട്ടൻ പോസിബിലിറ്റി ആക്കി മാറ്റിക്കൂടാ? ഒരുപക്ഷെ പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ ഇത് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറി. കാരണം കോവിഡിന് മുമ്പ് ഒരു ഡിജിറ്റലിന് ഇത്രയേറെ സാധ്യതകളുണ്ടെന്ന് നമ്മൾ കണ്ടില്ല. പക്ഷെ ഡിജിറ്റൽ ഇത്രയേറെ അക്സെപ്റ്റൻസ് നേടിയത് കോവിഡോടുകൂടിയാണ്. ഒരു പരിധിവരെ എ ബ്ലെസ്സിങ് എന്നുള്ള രീതിയിൽ മാറി. മറ്റെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയത്തും നമ്മുടെ ജീവിതത്തിനെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ ഡിജിറ്റൽ മാർഗങ്ങൾ അവലംബിക്കേണ്ടി വന്നു. അത് തന്നെ ഒരു അഡ്വാൻസ്ഡ് മോഡലിൽ നമ്മൾ ഇന്നൊരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ് അഥവാ DCC, ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ് എന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ ഒരു പ്രൊസ്യൂമറിൽ നിന്ന് നമുക്കൊരു ബിസിനസ് ഓണറിലേക്ക് ട്രാൻസ്ഫോം ആകും എന്നൊരു തിരിച്ചറിവാണ് എന്നെ സീരിയസ് ആക്കി. ഇന്ന് ഞാൻ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ എന്നുള്ളതിലുപരി
ഹാൻസം ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിന് ഏറ്റവും കൂടുതൽ ഉദയ്യ ഒരു ഓർഗനൈസേഷനെ എടുത്തു പറയേണ്ടതുണ്ട്. അതാണ് വിന്നിംഗ് ടീം. ഇറ്റ്സ് എ സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ. ഒരുപക്ഷെ ഒരു ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു എക്കോസിസ്റ്റമാണ്. ഒരു എംപ്ലോയിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, അത് എംപ്ലോയർ കണ്ടോളും. ഒരു സെൽഫ് എംപ്ലോയിക്ക് അത്തരത്തിലുള്ള സാധ്യത സാധാരണ കിട്ടാറില്ല. ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ കൂടിയാണ് വളരെ. പക്ഷെ ഒരു സംരംഭകൻ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യം കൂടി വേണം. കാരണം അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇവിടെ നോക്കിയാൽ അറിയാം, വിന്നിംഗ് ടീമാണ് ഒരു പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് സക്സസ്ഫുൾ ആയിട്ടോ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെയോ റീസൺ പറയുകയാണെങ്കിൽ എന്നോട് പ്രഥമമായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം കിട്ടിയത് വിന്നിംഗ് ടീമിലൂടെയാണ്. നിങ്ങളിൽ പുതുതായിട്ട് വന്നിട്ടുള്ള വ്യക്തികൾക്കും ഞാനൊക്കെ തുടങ്ങിയ സാഹചര്യത്തെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വിന്നിംഗ് ടീം മാറിക്കഴിഞ്ഞു. ഇന്ന് ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതിനെ നോക്കിക്കാണാം. ഇപ്പൊ തന്നെ ഈ പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലിരിക്കുന്ന മലയാളികൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ പറ്റും. ഒരുപക്ഷെ നമ്മളിപ്പോ കണ്ട പ്രസന്ററായി കണ്ട വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണർ ലേഡി, അവരെ ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുത്ത ഷാജി മിത്തൽ അങ്ങ് മിഡിൽ ഈസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ് നാട്ടിലുള്ള ഒരു വുമൺ ഓണ്ടർപ്രണറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തത്. സോ എന്തുമാത്രം പൊട്ടൻ പോസിബിലിറ്റി ആണെന്ന് ആലോചിച്ചു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു എംപ്ലോയിയോ സെൽഫ് എംപ്ലോയിയോ ഹൗസ് വൈഫോ സ്റ്റുഡൻറ്റോ റിട്ടയർഡ് ഹാൻഡോ ആരോ ആയിക്കോട്ടെ, അതിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് കൈമോശം വരാതെ തന്നെ നോൺ പ്രൊഡക്റ്റീവ് ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുന്ന, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഒറ്റയ്ക്കും കൂട്ടമായിട്ടും കുടുംബവും ചേർന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയാണ് എന്ന് റിയലൈസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ശക്തമായ തീരുമാനമെടുത്തു. ഒരു ട്രെയിനർ എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓണ്ടർപ്രണറിലേക്ക് ഞാൻ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. അതിന് ഞാൻ വീണ്ടും നന്ദി പറയുന്നത് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റിയാണ്. ഓഫ് കോഴ്സ് വെസ്റ്റീജ് ഇസ് എ കമ്പനി വിച്ച് ഇസ് ഓഫ് 21 years എക്സിസ്റ്റൻസ്. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യക്ക് പുറത്ത് ആകെ ദുബായ് മാത്രമായിരുന്നു ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇന്ത്യക്ക് പുറമെ 8ഓളം രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വെസ്റ്റീജിന് സാധിച്ചു. ഞാൻ തുടങ്ങുന്ന സമയത്ത് 100 130 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് 400-ൽ പരം പ്രൊഡക്റ്റുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്തു. അപ്പം എത്രമാത്രം പോസിബിലിറ്റീസ് ഉണ്ടായി എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നും കൂടെ ചിന്തിക്കുക. നമ്മൾ എന്തിനോടെങ്കിലും കണക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അവലോകനം ചെയ്യേണ്ട ഒന്നാണ് എന്ത് സാധ്യതകൾ മുന്നിലുണ്ടെന്നും കൂടെ നോക്കണം. ഇന്ന് 8 രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയുന്ന സമയത്ത് കമ്പനിയുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വി ആർ റെഡി ടു റീച്ച് ഔട്ട് ടു 20+ countries. മാത്രമല്ല $1 billion ടേൺ ഓവറിലേക്ക് അല്ലെങ്കിൽ 8,500 കോടി ടേൺ ഓവറിലേക്ക് കുതിക്കാൻ വെമ്പുന്ന 1000-ലധികം പ്രൊഡക്റ്റുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വിധിക്കുന്ന ഒരു കമ്പനിയുടെ ബിസിനസ് പ്രസന്റേഷൻ ആണ് നിങ്ങൾ ഇപ്പൊ കേട്ടതെന്ന് ഓർമ്മ. അപ്പം ഇനിയൊരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ ഒരുപാട് ചലഞ്ചസിനെ ഫേസ് ചെയ്യേണ്ട സമയത്തും നിങ്ങൾക്ക് പാരലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചാലും മതി. ഞാനും തുടങ്ങിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഞാൻ പിന്നീട് ഒരു അഡീഷണൽ ഇൻകം ആവട്ടെ എന്ന് കരുതി തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതിൻ്റെ ഉപരി മറ്റുള്ളവർക്ക് വരുമാനം മേടിച്ചു കൊടുക്കുന്നതിലൂടെ തന്നെ നമ്മുടെ വരുമാനം കൂട്ടാൻ പറ്റുന്നു എന്നുള്ളൊരു സവിശേഷത ഇതിനകത്തും. ബാക്കി ഒന്നിനകത്തും ആ ഒരു സാധ്യതയില്ല. ഒരു എംപ്ലോയിക്ക് ഒരു സെൽഫ് എംപ്ലോയിക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റാത്തതാണ് നമുക്ക് വെസ്റ്റീജിലൂടെ അല്ലെങ്കിൽ വിന്നിംഗ് ടീം വെസ്റ്റീജ് കോമ്പിനേഷനിലൂടെ നേടാൻ പറ്റും. കാരണം എൻ്റെ വിജയം എനിക്ക് സുനിശ്ചിതമായിട്ട് അറിയാം. എൻ്റെ വിജയം എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ വിജയത്തിലാണ് അധിഷ്ഠിതം. അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. യു വിൻ ഐ വിൽ. മറ്റുള്ളവർ വിജയിപ്പിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിത്യേന എത്രമാത്രം ആളുകളിലേക്ക് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതും എത്രമാത്രം ആളുകളോടൊപ്പം നിന്നുകൊണ്ട് അവരെ കൂടെ വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതും വളരെ സുത്യർഹമായ ഒരു സേവനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വെറ്ററനാണ് ഫ്രം ദ ഡിഫൻസ് ഫോഴ്സ്. ഒരുപക്ഷെ യൂണിഫോം ഇട്ട സമയത്ത് ചെയ്ത രാഷ്ട്രസേവനം പോലെയോ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരു രാഷ്ട്രസേവനം ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. അത് ആളുകളെ മെഡിയോക്രിറ്റിയിൽ നിന്നും സുപ്രീമസിയിലേക്ക് ഉയർത്താൻ വേണ്ടി ഞാനും കൈകോർത്ത് പിടിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസ്ഡ് ലൈഫിൽ നിന്നും എന്തുകൊണ്ട് നമുക്കൊരു ക്ലാസിക് ലൈഫിലേക്ക് മാറിക്കൂടാം?
എപ്പോഴും നമുക്കറിയാവുന്ന ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയ് കാറ്റഗറിയിലുള്ള ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്നുള്ള ഏതിലും കോംപ്രമൈസ് ചെയ്ത് ജീവിതത്തെ ഉന്തി തള്ളിക്കൊണ്ടുപോകുന്ന രണ്ടറ്റവും മുട്ടിക്കാൻ വെപ്രാളം പെടുന്ന ആ പരിസ്ഥിതിയിൽ നിന്നും എന്തുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ലിവിങ്ങിലേക്ക് ഉയർന്നുകൂടാ? അതിന് പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസ് ഇവിടെ നിങ്ങൾ കണ്ടു കാണും. ഒരുപക്ഷെ 9 ടൈപ്പ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. 6ഓളം ഇൻകം ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 3 ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഇൻകം എന്നാണ്. ഒരു കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ട്രാവൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ വരുമാനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലൈഫ് സ്റ്റൈലും. ലൈഫ് സ്റ്റൈലും കൂടെ ഒരുമിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിലനിർത്തിക്കൊണ്ട് തന്നെ നോൺ പ്രൊഡക്റ്റീവ് ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് നമ്മൾ നാളിതുവരെ മേടിച്ചുകൊണ്ടിരുന്ന പർച്ചേസ് പാറ്റേണിനെ ചേഞ്ച് യുവർ ഷോപ്പ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് മാറ്റിക്കൊണ്ടും വെറും ഒരു കൺസ്യൂമറിൽ നിന്നൊരു പ്രൊസ്യൂമറായി മാറിക്കൊണ്ടും നിങ്ങൾ ഏതൊക്കെ സ്വപ്നങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത് അതിനെ സബലീകരിക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻ പോസിബിലിറ്റിയാണ്. ഒറ്റയ്ക്കല്ല, ഒരു ടീമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കഴിവുകേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീം സപ്പോർട്ട് ആയിരിക്കും നിങ്ങളുടെ സക്സസിന്റെ ഗ്യാരണ്ടി. ആകെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബേണിംഗ് ഡിസയർ ആണ്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അതിന് ശക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളെ ചേർത്ത് പിടിച്ച് കൈകൊണ്ടുപോകാൻ വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ കൊണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ആ വ്യക്തി ഒറ്റയ്ക്കല്ല, അദ്ദേഹം വിന്നിംഗ് ടീമിന്റെ അംബ്രലയിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളവർക്കും ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ സന്നിഹിതരാവുന്നവർക്കും ഒരുപോലെ വിജയിക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി എന്ന് ഞാൻ പറയാൻ കാര്യം ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഒരുപാട് പേര് ഓപ്പർച്യൂണിറ്റി കാണാറുണ്ട്, പക്ഷെ എല്ലാവരും അതിനെ ഉൾക്കൊള്ളാറില്ല. ഇനി അവ ഉൾക്കൊള്ളുന്നവർ പോലും സീരിയസ് ആവാറില്ല. അപ്പം യു ആർ ഇൻ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്നുള്ളത് സത്യമാണ്. ശരിയായിട്ടുള്ള അവസരത്തിൽ ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള ആൾക്കാരോടൊപ്പമാണെന്നുള്ള സത്യമാണ്. ആകെ വേണ്ടത് നിങ്ങൾ അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ ആത്യന്തികമായി നിങ്ങൾക്ക് എന്ത് നേടാൻ വേണ്ടി ആയിരിക്കണം ഈ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കും. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽക്കം, വി ആർ ദേർ വിത്ത് യു. ടുഗദർ യു ക്യാൻ, ഐ ക്യാൻ ആൻഡ് വി ക്യാൻ മേക്ക് ദിസ് പ്ലേസ് എ വണ്ടർഫുൾ പ്ലേസ് ടു ലിവ് ഇൻ. സോ ജോയിൻ വിത്ത് us, be a promoter to entrepreneurship. കാരണം ഇനിയുള്ള തലമുറയ്ക്ക് എംപ്ലോയ്മെന്റിനെ പറ്റി വലിയ ഗ്യാരണ്ടി ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എംപ്ലോയ്മെന്റിനുള്ള സെക്യൂരിറ്റി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാളെ ആ ചെയ്യുന്ന ജോലി ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ജോലി തുടരുമെന്നോ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യണമെന്നോ പോലും കൺഫർമേഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സംരംഭകത്വത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാ? അതും സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു സംരംഭത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പ്രധാന ഘടകം അതിൽ വരാവുന്ന സാധ്യതയുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് റിസ്കി ആണെന്ന് കരുതുന്ന ഒരു മലയാളി കമ്മ്യൂണിറ്റിക്ക് ഗണ്യമായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പൈസയുടെ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം അല്പസ്വല്പ സമയം കണ്ടെത്താൻ പറ്റി തുടക്കം കുറിക്കുന്ന വ്യക്തിക്ക് ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കരിയറാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thanks for giving me a chance to talk to you. And really, we have got a blessed life ahead. We can enjoy it, celebrate it. All the best. Thank you. Over to Master of Ceremony. ഹലോ, കേൾക്കാമോ സാറേ? Audible. എല്ലാവർക്കും എൻ്റെ വളരെ സന്തോഷപൂർവമായൊരു നന്ദി അറിയിക്കാനായിട്ട് സാധിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു MC ആയി എത്താൻ പറ്റിയത് തന്നെ വളരെ അപൂർവമായ ഒരു അവസരമാണ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് കണ്ണൻകുട്ടി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. വിമൽ സാറ് വളരെ കൃത്യമായിട്ട് എന്തിനാണ് നമ്മളിതിൽ വന്നതെന്നും എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നും കൃത്യമായിട്ട് സാറ് വളരെ കൃത്യമായി പറഞ്ഞു തന്നു നമുക്ക്. അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത് ദൈവത്തിന്റെ ഒരു വളരെ നല്ല ഒരു അവസരത്തിൽ എത്തിച്ചേരാൻ പറ്റിയത് തീർച്ചയായിട്ടും എല്ലാവരും ഉപകാരപ്പെടുത്തണം.
അത് കൃത്യമായി ഉപയോഗിക്കണം. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടല്ലാതെ ഇതൊരു മെയിൻ ആണ്. ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് കണ്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാല് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ ബിസിനസ്സിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് നടത്തിയിരുന്ന ഒരാളായിരുന്നു. ആ ബിസിനസ്സിലുണ്ടായ വീഴ്ചകളിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അതൊരു ലൈഫായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ആ ഓപ്പർച്യൂണിറ്റിയുടെ ആ ചാൻസുകൾ എന്തൊക്കെയാണോ എന്നിൽ നിന്നും മറഞ്ഞു പോയിരുന്നത് അതെല്ലാം തിരിച്ചു കിട്ടാനുള്ള വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് എനിക്ക് കൃത്യമായിട്ടും ഇതിൽ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച് വളരെ ശ്രദ്ധാപൂർവം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനുള്ളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു 1 ഇയർ 1 lakh എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു 3 വർഷം നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ 1 ഇയർ പാസീവ് ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറും എന്നുള്ളതാണ് അതിന്റെ സത്യം. ഈ സത്യം എല്ലാവരും തിരിച്ചറിയുക. എല്ലാവരും നല്ല ആർജവത്തോടു കൂടി ഇതിനോട് വർക്ക് ചെയ്യുക. ഏറ്റവും വേണ്ടത് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വേറെ ആരും തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്വയം തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്താൽ മാത്രമാണ് ഇതിലേക്ക് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭീമ സാബു മാഡം വളരെ കൃത്യമായി എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞു തന്നു. വളരെ കൃത്യമായ രീതിയിലാണ് അവർ ആ പ്ലാൻ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. ഇതെല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ കമ്പനി എന്നും എങ്ങനെയാണ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടതെന്നും വിമൽ സാറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തു തന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ വിമൽ സാറിനും ഭീമ മാഡത്തിനും വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.